ശേഷം നമ്മളിവിടെ നമ്മുടെ സ്വന്തം ദീപ്തിയിൽ ഒന്നു ചേർന്നിരിക്കുകയാണ്. കാലം എത്ര കഴിഞ്ഞു പോയാലും ഓർമ്മ പുസ്തകത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ അതിൽ ഒരു പിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ച നമ്മുടെ സ്വന്തം ദീപ്തി. ഒരു പക്ഷേ ഇവിടെ വന്നപ്പോൾ മുതൽ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു ഫ്ലാഷ് ബാക്ക് ചിത്രം പോലെ നമ്മുടെ സ്കൂൾ ജീവിതം കടന്നുപോയിരിക്കാം, അല്ലേ? സ്കൂൾ ഗ്രൗണ്ടിലെ അസംബ്ലി മുതൽ 4 മണിക്കുള്ള ലോങ് ബെല്ല് മുഴങ്ങുന്നവരെ എത്ര ഇണക്കങ്ങളും പിന്നെ അധ്യാപകരുടെ കണ്ണുവെട്ടിച്ചുള്ള നമ്മുടെ ചെറിയ ചെറിയ കുസൃതികൾ, പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് തൊട്ടു മുൻപുള്ള ഏറ്റവും വലിയ ഡിസ്കഷൻസ്, ഓർമ്മയില്ലേ അതൊക്കെ? ഈ സ്കൂളിന്റെ പടി ചവിട്ടുമ്പോൾ നമുക്ക് അതൊന്നും മറക്കാൻ പറ്റില്ല, അല്ലേ? നമുക്ക് ഈശ്വര പ്രാർത്ഥനയിലൂടെ ആരംഭിക്കാം. ഗുഡ് മോർണിംഗ്. എല്ലാവരും അറിയണം, തലൂര് മൊത്തം അറിയണം നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടിട്ടല്ലേ വന്നാക്കണേ. അപ്പൊ ഇനി നമുക്ക് തുടങ്ങാം, അല്ലേ? എന്താ ആർക്കൊരു ഉഷാറില്ലല്ലോ? തുടങ്ങാമെന്ന് പറഞ്ഞേ. നമ്മൾ ആ 2004 കുട്ടികളെ പോലെ തന്നെ ആവട്ടെ. അവർ കല്യാണത്തോട് തുടങ്ങട്ടെ. എല്ലാവരും എത്ര നമ്മൾ വലുതായാലും നമ്മുടെ ചെറുപ്പത്തിൽ സ്വഭാവങ്ങൾ മറക്കില്ല, അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം, അല്ലേ? നമ്മുടെ ക്രിസ്മസ് പാപ്പ വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ തനി സ്വഭാവം പുറത്തു വന്നു, അല്ലേ? ഗുഡ് മോർണിംഗ് ഓൾ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. 2004 SLC ബാച്ചിൻ്റെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിച്ചു കൂടുന്ന ഒരു സൗഹൃദ കൂട്ടായ്മ ദീപ്ത സൗഹൃദം 2004. 19 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നാം അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ നമ്മുടെ ദീപ്തി സ്കൂളിൽ ഒന്നു ചേർന്നിരിക്കുന്നു. ആദ്യം തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന 2004 ബാച്ചിൻ്റെ ഹെഡ് മാസ്റ്ററായിരുന്ന നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായിരുന്ന വിൻസെൻ്റ് മാഷ്, നമ്മളെ പോലെ തന്നെ വിദ്യാലയത്തിൽ നിന്നും വിട പറഞ്ഞ് നമ്മുടെ കൂട്ടുകാർ ചെന്ന വിൻസെൻ്റ് മാഷിനോടും മേരി ടീച്ചറോടും വരണമെന്ന് പറഞ്ഞപ്പോൾ ഏറെ സ്നേഹത്തോടു കൂടി വരാമെന്ന് പറഞ്ഞ നമ്മുടെ വിൻസെൻ്റ് മാഷിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
മേരി ടീച്ചർക്ക് ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ എത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും ടീച്ചറുടെ അഭാവത്തിൽ ഞാൻ ടീച്ചറെ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് സിബി അച്ഛനെയാണ് നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത്. അച്ഛനും ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. സിബി അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നവീൻ അച്ഛൻ വഴി നമുക്ക് നമ്മുടെ എല്ലാ സൗകര്യങ്ങളും, ഈ ഹാളുകൾ ഷട്ടർ തുറന്ന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന സിബി അച്ഛനെ അച്ഛൻ്റെ അഭാവത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് എനിക്ക് സ്വാഗതം പറയാനുള്ളത്, ഒരു ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് പാപ്പയില്ലാതെ എന്താ ആഘോഷം? അപ്പോൾ നമ്മുടെ പാപ്പയായിട്ട് നമ്മുടെ പ്രിയ സുഹൃത്ത് ബെൻ ജോൺസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ബെൻ ജോൺസിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ സുഹൃത്തായ സുകന്യയെയാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കും, എന്താണ് സുകന്യയെ ഒരു അധ്യക്ഷയായി ഇരുത്തിയിരിക്കുന്നതെന്ന് ചിന്തിക്കും. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു കൊച്ചുകുട്ടിയുള്ളപ്പോൾ തന്നെ എല്ലാവിധ കാര്യങ്ങളും വളരെയധികം ഉത്സാഹത്തോടു കൂടി ചെയ്തു തരുന്ന നമ്മുടെ സുകന്യ. അതുപോലെ നമുക്കിപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് നോക്കി കഴിഞ്ഞാൽ അറിയാം, കൂടുതൽ പെൺകുട്ടികളുടെ സാന്നിധ്യം. അവരുടെ കോണ്ടാക്റ്റിൽ ഒരുപാട് കുത്തിയിരുന്ന് വിളിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം സുകന്യയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ പരിപാടിയുടെ നെടുന്തൂണായി വർത്തിക്കുന്ന നമ്മുടെ സംഘാടകരെയാണ്. അതുപോലെ തന്നെ അതിൽ നമ്മുടെ അഡ്മിന്മാർ വൈശാഖ്, നിതീഷ്, പ്രജിത്ത്, അവരെല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരെയാണ്. നിങ്ങളാരെയും ഞാൻ സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ പരിപാടിയാണത്. അപ്പോൾ നിങ്ങളെല്ലാവരെയും പ്രത്യേകം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രവാസ ലോകത്ത് നിന്നും ഇരുന്നുകൊണ്ട് നമ്മളോടൊപ്പമായിരിക്കുന്ന നമ്മുടെ കൂട്ടുകാർ, അവരെ വേറെ സ്നേഹത്തോടെ നമ്മുടെ ഈ വേദിയിലേക്ക്, നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി അധ്യക്ഷ പ്രസംഗത്തിനായി സുകന്യയെ ഞാൻ ക്ഷണിക്കുന്നു. 19 വർഷങ്ങൾക്ക് ശേഷം നമ്മളെല്ലാവരും വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് എനിക്ക് എല്ലാവരെയും ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ അനുശോചനാണ്, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ കുറച്ച് കൂട്ടുകാരുണ്ട്. അപ്പോൾ നമുക്ക് കാര്യപരിപാടിയിലേക്ക് കടക്കാം. ഇതിനെ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇങ്ങനൊരു വേദി എല്ലാവർക്കും സന്തോഷമല്ലേ? ഇന്ന ദിവസം നമുക്കറിയാം, നമ്മളിൽ നിന്നും കുറച്ച് പേര് നമ്മളെ നിന്ന് വിട്ടു പോയിട്ടുണ്ട്. അവരുടെ ഫോട്ടോസാണ് നമുക്ക് വെച്ചിട്ടുള്ളത്. കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്കൊരു നിമിഷം, ഒരു മിനിറ്റ് നേരം മൗനമായി ഒരു പ്രാർത്ഥന. എല്ലാവരും എഴുന്നേറ്റിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവർക്ക് വേണ്ടി മെഴുകുതിരി കത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇടവേളയ്ക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ. നമ്മുടെ ഈ ഭദ്രദീപം തെളിയിച്ച് നമ്മുടെ ഈ ഫംഗ്ഷനെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി വിൻസെൻ്റ് മാഷിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്.
രണ്ടു പേർക്ക് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. ഇവിടെ വേദിയിൽ ഇത് പ്രധാനമായിട്ട് ആ ഉണ്ടാകേണ്ട വ്യക്തി ഫാദറായിരുന്നു. ഇത് ഫാദറാണ് ശരി. ഫാദർ എത്തിയിട്ടില്ല. പിന്നെ നിങ്ങളിൽ ഒരാളായ അല്ലെങ്കിൽ നിങ്ങളിൽപ്പെട്ട 1-2 പേര് ഇവിടെ വേദിയിലുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ പ്രത്യേക അഭിനന്ദനം രേഖപ്പെടുത്തുന്ന കാരണം ഈ വേദിയിലിരുന്ന് ഇതുപോലെ നിങ്ങളെ അഭിമുഖീകരിക്കാനുള്ള അവസരം നിങ്ങൾ തന്നെ കൊടുത്തത് വളരെ നല്ല കാര്യമായി. ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്, പക്ഷേ വളരെ കുറച്ചേ പറയാൻ പറ്റുള്ളൂ. കാരണം പലതൊക്കെ മിസ്സായി പോകും. പെട്ടെന്ന് ഓർമ്മ വന്ന 1-2 കാര്യമാണ് എനിക്ക് തോന്നിയത്. അതായത് ഞാൻ 2003 ഹെഡ് മാഷായത്. നിങ്ങൾ 2004 ഇവിടെ നിന്ന് പോയി. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ചിലരെയൊക്കെ ഒരുപക്ഷെ പഠിപ്പിച്ചിട്ടുണ്ടാകാം. പിന്നെ ഹെഡ് മാഷായിട്ട് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം അത്രയും ഉണ്ടാവും. പക്ഷെ നിങ്ങളൊക്കെ എന്നോട് കാണിച്ച സ്നേഹം വളരെ വളരെ മിക്കവാറും. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളോട് ഒത്തുകൂടുകയാണ്. ഞാനിപ്പോൾ എത്ര ഇതുപോലെയുള്ള പൂർവ്വ വിദ്യാർത്ഥി മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർക്കാൻ കഴിയുന്നില്ല. അതുപോലെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥി മീറ്റിങ്ങുകളിലായി ഇപ്പോൾ പങ്കെടുക്കുന്നത്. വ്യത്യസ്തങ്ങളായ പല പരിപാടികളും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ ക്ലാസ്സിൽ വന്ന് അറ്റൻഡൻസ് എടുക്കുന്ന രീതി, ഒരു ക്ലാസ് മാത്രമായിട്ട് കൂടിയിട്ട് ആ ക്ലാസ്സിലെ പിന്നെ ടീച്ചറെ വിളിച്ച് ആ ടീച്ചർ ഓരോരുത്തരെയും അറ്റൻഡൻസ് എടുത്ത് പഴയ പോലെ പിന്നെ അറ്റൻഡൻസ് എടുക്കുകയും അതുപോലെ ഓരോരുത്തരെ ശാസിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് മെയിൻ ടീച്ചറായിരുന്നു, അന്ന് ക്ലാസ് ടീച്ചറാണ്. അതോടൊപ്പം തന്നെ ഇവിടെ വരാത്ത ഒരുപക്ഷെ ഒന്നും ആകാത്ത ചിലരൊക്കെ ഉണ്ടാകാം. അവരാരൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. വാസ്തവത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയാലും ഇവിടെ ഞാൻ കണ്ടു പലരും ജോലിയുള്ളവരാണ്, ഉദ്യോഗസ്ഥരാണ്, ഒരുവിധം ഭേദപ്പെട്ട നിലയിലുണ്ട്, അതുപോലെ ജോലി ഇല്ലാത്തവരുണ്ട്, അങ്ങനെ പല നിലകളിലൊക്കെ ഉണ്ടാകാം. പക്ഷേ ഏത് നിലയിലായാലും നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ സന്തോഷവതികളാണോ അല്ലെങ്കിൽ സന്തോഷവാന്മാരാണോ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിയുന്ന രീതിയിൽ സഹായിക്കാനുള്ളൊരു മനസ്സുണ്ടാകുക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ ഉണ്ടായിരുന്ന കാലത്തെ കാര്യങ്ങളൊക്കെ മുഴുവൻ എനിക്ക് ഓർമ്മയില്ല. കാരണം ഓരോ പ്രായം കഴിയുന്തോറും നിങ്ങൾക്ക് പ്രായമായിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല. ഓരോ വയസ്സ് കഴിയുന്തോറും നമ്മളുടെ പഴയ കാര്യങ്ങളൊക്കെ കുറേശ്ശെ മറന്നുപോയിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ഓർക്കണം, നമ്മൾ ഈ ഒരവസ്ഥ കടന്ന അവസാനം ഈ അമ്മായിയമ്മയുടെ അവസ്ഥയിലെത്തും. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ സ്വന്തം അമ്മയായാലും സ്വന്തം അച്ഛനായാലും നമ്മൾ ആലോചിക്കണം. അവരോരോന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഇതെന്തൊരു തന്തയാണ്, അല്ലെങ്കിൽ ഇതെന്തൊരു അപ്പനാണ്, അല്ലെങ്കിൽ അച്ഛനാണ്, ഇതൊന്നും ഓർമ്മയില്ലേ, അല്ലെങ്കിൽ എന്തെങ്ങനെ പറയണേ എന്നൊക്കെ തോന്നും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കാലം കഴിയുന്തോറും നമ്മളുടെ എന്താ പറയുക ചിന്താശക്തി അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയൊക്കെ കുറഞ്ഞു വരും. ഓരോ കാര്യങ്ങളും നമുക്ക് അവ്യക്തമായിട്ട് വരും. അപ്പം അതുകൊണ്ട് നമുക്ക് പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പമായിരുന്ന കാലത്താണ് എല്ലായ്പ്പോഴും ഉണ്ടാവുക എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. തീർച്ചയായിട്ടും അത് കാലങ്ങൾ കഴിയുന്തോറും കുറേശ്ശെ ഇല്ലാണ്ടാവും, കുറഞ്ഞുകൊണ്ടിരിക്കും. അത് പ്രത്യേകം ഓർക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന സെബി അച്ഛനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആശംസകൾ അർപ്പിക്കുന്നതിന് സെബി അച്ഛനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ള വിൻസൻ മാസ്റ്റർ, 2004 സൗഹൃദങ്ങൾ നമുക്കറിയാം. നേരത്തെ മാസ്റ്റർ പറഞ്ഞതുപോലെ പഠിച്ചിരുന്ന കാലത്ത് ചിലപ്പോൾ ഇത്രയധികം സൗഹൃദങ്ങളോ അല്ലെങ്കിൽ മുഖപരിചയമോ ഒന്നും നിങ്ങൾക്കുണ്ടായെന്ന് വരില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം കുട്ടികളൊക്കെ അവരുടെ ബെസ്റ്റുകളാണ്. നമ്മൾ ചിലരോടൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ ഏത് നേരങ്ങളും കുറുകിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് ചോദിച്ചു കഴിയുമ്പോൾ അതെൻ്റെ ബെസ്റ്റിയാണ്, അതിനിപ്പോൾ എന്താ. അപ്പം അങ്ങനെ ഒരു കൾച്ചറിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതിൽ സാറ് പറഞ്ഞ പോലെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരു നല്ലൊരു ഹെൽത്തി റിലേഷൻ വളർത്തിയെടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതിനെ ദുരുപയോഗപ്പെടുത്തുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. പഠിച്ചു പോയി കുറേ നാൾ കഴിയുമ്പോഴാണ് നമ്മുടെ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന കൊച്ചു കൊച്ചു കുറുമ്പുകളും കൊച്ചു
തമാശകളും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതായിരുന്നു എന്നുള്ളൊരു ഓർമ്മ നമുക്കുണ്ടാകും. അല്ലെങ്കിൽ നമ്മളെ വളർച്ചയ്ക്ക് വേണ്ടി ഇതൊക്കെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. ഞാൻ 97 ബാച്ചാണ് ആളൂർ RMHS സ്കൂളിൽ. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ സമരത്തിൻ്റെ കാലഘട്ടങ്ങളാണ്. ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണ്. ഇവിടെ ഒന്നും അങ്ങനെയുള്ളൊരു സാഹചര്യമൊന്നുമല്ല. ഞങ്ങൾ 140 പേരാണ് ആ ബാച്ചിൽ 4 ഡിവിഷനിലായിട്ട് ഉണ്ടായിരുന്നു. അത്രയും കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ അതൊരു വലിയൊരു സുഹൃത്ത് വലയം കെട്ടിപ്പടുക്കാനായിട്ട് നിങ്ങളെ പോലെയൊക്കെ തന്നെ ഞങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിട്ടൊക്കെ വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെയാണ് ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ അതൊരു നല്ല അനുഭവമാണ്. നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല അനുഭവമാണ്. ഇനിയിപ്പോൾ മാഷ് പറഞ്ഞതുപോലെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെ നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കും. അവർ ചിലപ്പോൾ നല്ലോണം പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ബാച്ചിലെ ഏറ്റവും നൊട്ടോറിയസ് ആൾക്കാരായിരിക്കും. എന്നും നിലനിൽക്കട്ടെ, ഞങ്ങളുടെ മരണം വരെ ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുകയും ചെയ്യും. ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിന് സംഘാടകർക്ക് ആദ്യം തന്നെ വലിയൊരു നന്ദി പറയുന്നത്. ഇത്രയും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഒരു ഗ്രൂപ്പിൽ വല്ലപ്പോഴും മാത്രം നമ്മൾ കയറാറുള്ള മനസ്സാണ്. പ്രത്യേക നന്ദി. ഇത്രയാണ് പറയാൻ. പിന്നെ എല്ലാവർക്കും മാഷ പറഞ്ഞ പോലെ പറ്റാവുന്ന സഹായങ്ങൾ കൊടുക്കണം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ പരിപാടി ഭംഗിയാക്കണം എന്നുള്ളതൊക്കെ വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ നവീനച്ചൻ്റെ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ബാച്ചുകാർക്ക് ഞാൻ നവീനച്ചൻ്റെ പേരിൽ നൽകുകയാണ്. നന്ദി. ഹായ് ഓൾ. ഇന്നിവിടെ സംസ്കൃതത്തിൻ്റെ വേദിയിൽ നിൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, പണ്ടത്തെ പല ഓർമ്മകളും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടാവും. ക്രസി പറഞ്ഞ പോലെ നമ്മൾ കളിച്ചിരുന്നതും നമ്മൾ അസംബ്ലിക്ക് പോയിരുന്നതും ഒരുമിച്ച് ഉണ്ടതും ഒരുമിച്ച് പാട്ട് പാടാൻ പോയതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. ഈ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ഓർമ്മകൾ ഒരുപാട് തന്നെ ഇങ്ങനെ വരും. നമ്മൾ പണ്ടത്തെ കാര്യങ്ങൾ ഓർക്കും. മാഷ് പറഞ്ഞ പോലെ പഴയ കാര്യങ്ങളാണ് നമുക്ക് എപ്പോഴും ഓർമ്മ കൂടുതലുണ്ടാവുക. പുതിയ കാര്യങ്ങൾ നമ്മൾ മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവസ്ഥ പതിയെ അതിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ എന്താ സന്തോഷം എന്ന് വെച്ചാൽ ആ ഓർമ്മകൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളെല്ലാവരോടും ഒരുമിച്ച് കൂടിയിട്ടാണ് ഓർത്തെടുക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ വലിയൊരു സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയാ, നമ്മുടെ ഈ ഗ്രൂപ്പ് വളരെ നന്നായിട്ട് ഇനിയും പോട്ടെ. എല്ലാവരും ഒത്തൊരുമിച്ച് ഇനിയും അംഗങ്ങൾ കൂടട്ടെ. ഇന്നും അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കട്ടെ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ Kavalaya,
സൂപ്പർ സൂപ്പർ സൂപ്പർ, നല്ല രസമായിട്ടുണ്ടല്ലേ? മക്കള് അതുപോലെ ഡാൻസ് ഏരിയയില് അത്ഭുതമൊന്നുമില്ല. അടുത്തതായി ഒരു ചെറിയ പരിപാടിയുണ്ട്. അതായത് ലക്കി, ഇന്നത്തെ ദിവസത്തെ ലക്കി സ്റ്റാർ ആരാണെന്ന് നമ്മളിപ്പോ കണ്ടെത്താൻ പോകണം. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഇന്നത്തെ ഭാഗ്യശാലി. Thank you.
പോവാണേട്ടാ പറയട്ടെ, ഇത് വേറെ ആരല്ല, ഞങ്ങളുടെ ടെന്നിയിലെ റോസ്മി നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആരാണ്? റോസ്മി, ടെന്നിയിലെ റോസ്മി. എല്ലാവരും നല്ല കൈ കൊടുത്തു. കളിച്ചോട്ടെ വെറുതെ അതിനോട് കളിക്കാൻ അയ്യോ
കയ്യിലും ചിലരുടെ കയ്യിൽ പേഴ്സ് ഉണ്ടാവാം, ബാഗ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ കൈകളിൽ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ, പാസ്പോർട്ട് ആയാലും മതി, കൂടുതലുള്ളത്, അതായത് കൂടുതലല്ല എല്ലാവരുടെയും ഉള്ളവർ ആരാണെങ്കിലും അവരൊരു വിജയിയായിട്ട് നമ്മൾ എടുക്കുകയാണ്. ആ പാസ്പോർട്ട് മതി, ഫോണിലല്ല പേഴ്സിലോ അല്ലെങ്കിൽ ബാഗിലോ. അപ്പൊ നമ്മുടെ വിൻജോസ് ആണ് വിജയിയായിരിക്കുന്നത്. ഹലോ, എൻ്റെ പേര് ജോമി. ഒരുപാട് പേര് അറിയാൻ തോന്നുന്നു, അറിയാത്തവരുണ്ടായിരിക്കാം. എൻ്റെ വീട് തേക്കാടിശ്ശേരിയാണ്. പ്രത്യേകിച്ച് അറിയാവുന്നില്ല, എല്ലാവർക്കും വിചാരിക്കുന്നു. വിൻജോസിന്റെ ഫാമിലി ഫോട്ടോ കയ്യിലുണ്ടോന്ന് ചോദിച്ചു. ആ സമയത്ത് തന്നെ വിൻജോസിന്റെ മമ്മിയും മോളും വന്നിട്ടുണ്ട് കേട്ടോ. അതൊരു വലിയ കോയിൻസിഡൻസ് ആയി. എന്തായാലും അമ്മ വിൻജോസിന് ഇപ്പോൾ ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും പേഴ്സിലെ ഫാമിലി ഫോട്ടോ കൊണ്ട് നടക്കുന്ന ജോമി വിൻജോസാണ് അതിൽ വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഒരാളും കൂടി ഉണ്ട്, ശ്രേയസ്. അവിടെ നമ്മൾ ടെന്നിക്കാരെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. വരൂ ശ്രേയസ്. ശ്രേയസിന്റെ പേഴ്സിലും ഫാമിലി ഫോട്ടോ ഉണ്ട്. എൻ്റെ പേര് ശ്രേയസ്. തന്നെ ഈലായിരുന്നു. ജയിച്ചൊന്നും പറയുന്നതില്ല. എല്ലാവരും കണ്ടതിൽ സന്തോഷം. കുറേ നാട്ടിന് ശേഷം മീറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും മുമ്പിൽ കുറേ നാട്ടിന് ശേഷം ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. മുമ്പ് ചോദ്യം ചോദിച്ചിട്ട് കിട്ടാണ്ടൊക്കെ ശരി. ഒരു ഡാൻസ് ആണ്. അതിന് മുന്നേ ജിന്നയ്ക്ക് നമ്മളോട് എന്തോ സംസാരിക്കാറുണ്ട്. എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ കളിച്ചല്ല. പാറ
തത്തിയുടെ തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാൻ പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. അനുരാഗിണി പിതായ കരളിൽ പൂക്കൾ അനുരാഗിണി പിതായ കരളിൽ പൂക്കൾ ഒരു Maninangere,
വെച്ച് പുറന്നേ പതിയെ നമ്മൾ തമ്മിലേതോ പുതിയ ഒരു കാണായിൽ ദൈവം തോർത്തു നമ്മെ എന്നും ഒന്നായി ഒന്നായി ചേർത്തിരിക്കാൻ ദൂരെ ആകാശത്തണലിൽ തനിച്ചിരിക്കാൻ ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാൻ സ്വർഗങ്ങളെ സ്വന്തമാക്കാൻ നിൻ കണ്ണുകളിൽ ഞാൻ കാണും നിന്റെ മുഖം നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കും നിന്റെ സ്വരം നിതീഷിനാണ് ആദ്യം നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. നിതീഷും വൈശാഖും ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ദീപ്തി 2004 എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ അവർക്ക് ഒരുപാട് തിരക്കുകൾക്കിടയിലും ഓരോരോ കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്കായ പോലെ അവൻ അധികം ഓടി നടന്ന എല്ലാം സെറ്റാക്കി രാത്രി കുറേ സമയങ്ങൾ എടുത്തിട്ടാണ് ആദ്യം നമ്മൾ പ്രൊഫഷണൽ ആൾക്കാരെ ഏൽപ്പിച്ചതായിരുന്നു ഈ സ്റ്റേജ് ചെയ്യാൻ. പിന്നെ അത് ശരിയായില്ല. രാത്രി അത്യാവശ്യം സമയം എടുത്തിട്ടാണ് ഇവരിങ്ങനെ ഒരു സ്റ്റേജ് എടുത്തത്. അതിന് കുറേ പേര് സഹകരിച്ചിരുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ പ്രജിത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. പ്രജിത്താണ് കുറേ പേര് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇപ്പം മെമ്പേഴ്സും കൂടിയിട്ടുണ്ട്. അപ്പോൾ പ്രജിത്തിന് ഒരു സ്നേഹോപഹാരം കൊടുക്കുകയാണ്. അതെ അതെ മാഷിനൊരു റിക്വസ്റ്റ്. ഒരു കാര്യം പറയാണ്ട് പ്രത്യേകം പ്രൊജക്റ്റിന്റെ കാര്യം നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ശരിയാക്കി കൊടുക്കണം. ആദ്യമായിട്ട് നമ്മൾ സുകന്യയെ അറിവേദിയിലേക്ക് ക്ഷണിക്കുന്നത്. ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരുപാട് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മെമ്പേഴ്സ്. കാരണം നമ്മൾ കുട്ടികളെ വെച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കുട്ടികളുടെ കാര്യം നോക്കണം, ഫാമിലിയിലെ എല്ലാ കാര്യവും നോക്കണം. അതോടൊപ്പം ഓരോരുത്തരെ 1 by 1 ആയിട്ട് ഓരോരുത്തരെയും വിളിച്ച് ഈ പരിപാടിക്ക് വരണമെന്നും അതിനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാനൊക്കെ നേതൃത്വം കൊടുത്ത നമ്മുടെ ഇപ്പോഴത്തെ അഡ്മിനായ സുകന്യെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ അടുത്തതായിട്ട് നമ്മുടെ ഡെൽഫീനെ നമ്മളെല്ലാവരും ടീച്ചറെ എന്നാണ് വിളിക്കുക ഗ്രൂപ്പില്. ടീച്ചർക്ക് എന്നും തിരക്കാം. ആ തിരക്കുകൾ ഓരോ സ്ഥലത്ത് ഡാൻസ് പഠിപ്പിക്കലും കുട്ടികളെ പഠിപ്പിക്കലും എല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയിലും ഈ പ്രോഗ്രാം ഭംഗിയാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഡെൽഫി ടീച്ചർക്ക്. അടുത്തതായി നമ്മുടെ സുശീല് ഗ്രൂപ്പില് ചിലപ്പോൾ അധികം ആക്റ്റീവ് ഒന്നും അല്ലായിരിക്കാം. പക്ഷേ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ എല്ലാത്തിനും ഒരുപാട് സഹകരിച്ചതാണ് സുശീലിന്. പിന്നെ നമ്മുടെ ശ്രീജില ജോലി തിരക്കുകൾക്കിടയിലും ഒരുപാട് 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 ഹെൽപ്പ് ചെയ്ത് നമ്മുടെ ടെൻസിയിലെ ശ്രീജിലയ്ക്കും. പിന്നെ വേറൊരാളുണ്ട് കേട്ടോ, 10Cയിലെ മനു. ഒരു പ്രത്യേക കൈയടി കൊടുക്കണം. കാരണം നമുക്കറിയാം നമ്മൾ കുറേ മലയാളം ബാച്ചുകാരും സിക്കാർ വേറെ കാണിച്ചത് നമ്മൾ അധികം അങ്ങനെയല്ല. പക്ഷെ അതൊന്നുമല്ല, അതൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഈ ക്ലാസ്സിന് കൂടെ സിയുണ്ട്. സിയാണ് ഒരു പക്ഷെ അധികം ഉണ്ടാവുക. അത്രയ്ക്കധികം മനു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. മനുവിന് വേണ്ടിയിട്ട് നമ്മുടെ മനുവിൻ്റെ മകളാണ് കേട്ടോ പ്രൈസ് ഏറ്റുവാങ്ങുന്നത്. ഇനി അടുത്തതായിട്ട് ദീപയും കിട്ടിയ സമയത്ത് ഓൺലൈനിൽ അത്യാവശ്യം നമ്മളെ ഓരോ കാര്യങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനും ഒക്കെ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ ദീപയ്ക്ക്. പിന്നീട് നമ്മളെപ്പോഴും പറയും എല്ലാ കാര്യവും നമുക്ക്
ഇനി ഓർത്ത് വെക്കണമെങ്കിൽ നമ്മുടെ ക്യാമറ ഒരു അത്യാവശ്യ ഘടകമാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത്, അതുപോലെ ഫ്ലെക്സിൻ്റെ കാര്യങ്ങൾക്കായാലും ഇങ്ങനെ ഇപ്പോൾ ഈ ഡാൻസ് കളിക്കാനുള്ള ഈ ഫ്ലാഷ് കാർഡ് വരെ സെറ്റ് ചെയ്ത് എന്ത് കാര്യത്തിന് വിളിച്ചാലും തിരക്കുകൾക്കിടയിലും എല്ലാത്തിനും ഒരു ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ വിനീത് ജോമോൻ, തെന്നിയിലെ ജോമോൻ. നമ്മൾ ആദ്യം വിചാരിച്ചു തീരെ ആക്റ്റീവ് അല്ല, പക്ഷെ ഒരുപാട് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുകയും ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾക്ക് എല്ലാത്തിനും ഇവരുടെ കൂടെ എവിടെ പോകാനായാലും രാത്രി ഓരോ കാര്യങ്ങൾക്ക് പോകാനായാലും ഇത് ചെയ്ത് നമ്മൾ ജോമോൻ. അതായിട്ട് ഞാൻ തന്നെയെന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം അതായിട്ട് നമ്മൾ പ്രസ് ചെയ്താ. അപ്പൊ മൈക്ക് എനിക്ക് തന്നിട്ട് പറഞ്ഞു അവളെ പൊക്കി പറയാൻ പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞിരിക്കുകയാണ് അടുത്തതായിട്ട് പ്രസ് ചെയ്താ. നമ്മുടെ മെയിനാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാവാൻ അതിന്റെ മെയിൻ സൂത്രധാരൻ നമ്മുടെ വേറെ ആരുമല്ല, വിൻജോസ്. ആ പേര് പോലെ തന്നെ ഒരു പരിപാടി ഇത്രയും അടിപൊളിയാക്കാൻ സെറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത നമ്മുടെ ആശാനാണ്. വിൻജോസിന് പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് വിൻജോസിന്റെ മകൾ തന്നെയാണ്. അതൊരു നല്ല മുഹൂർത്തമായി. താങ്ക് യു വിൻജോസ്, താങ്ക് യു സോ മച്ച്. ഇനി മനു, നമ്മുടെ പ്രവാസി ലോകത്തു നിന്നുള്ള മനു ആണ് നമ്മുടെ കേക്കൊക്കെ സ്പോൺസർ ചെയ്തത്. അപ്പോൾ മനു, പിന്നെ മനു നായർ, പിന്നെ നമ്മുടെ ഷാലറ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ചായയുടെ പരിപാടിയൊക്കെ ഷാലറ്റാണ് സ്പോൺസർ ചെയ്തത്. അവർക്ക് രണ്ടുപേർക്കും കൂടി ഈ നിമിഷത്തിൽ സ്നേഹോപഹാരം അർപ്പിക്കുന്നുണ്ട്. ഓൺലൈനിൽ ഇരുന്നിട്ടാണ് കേട്ടോ കുറേ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും. അതിനനുസരിച്ച് ഇപ്പോൾ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞ ഉടനെ തന്നെ അത് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത ഷാലറ്റിനും അതുപോലെ തന്നെ നമ്മൾ ഒരു സ്നേഹോപഹാരം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഡാൻസ് കളിച്ച നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ചെറിയൊരു പ്രൈസ് കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ വിൻജോസിന്റെ മകളെ തന്നെ വിളിക്കാം, ജിന. അടുത്തതായി സോനയുടെ മക്കള് രണ്ട് മക്കള് കൈയടിക്ക്. സുശീലിന്റെ മകള് മിയ. നല്ലൊരു കൈയ്യടി കൊടുക്കട്ടാ. അടുത്തത് ലക്കി സ്റ്റാർ റോസ്. ഫാമിലി കോട്ട വിന്നേഴ്സില് ഫാമിലിനെ കൊണ്ടുനടക്കുന്നതിലെ കാര്യം എന്ന് തെളിയിച്ച 3 പേരുണ്ട്. ആദ്യം നമുക്ക് ശ്രേയസിനെ വിളിക്കാം. ശ്രേയസ്, 3 പേര് ഒരുമിച്ച്, വിൻജോ, ശ്രേയസ്, ജോമി, 3 പേര് ഒരുമിച്ച് ഈ സ്റ്റേജിലേക്ക് വരുന്നതാണ്. ഇത്രയും നേരം ഒരു പരിപാടിയിൽ ഞാൻ വളരെ സന്തോഷിച്ചു. നല്ല പരിപാടിയായിരുന്നു. എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാരണം ഇത് നല്ല അവസരം ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾ ഭംഗിയാക്കി. കാരണം അതുപോലെയുള്ളൊരു സാധാരണ നിങ്ങൾ അവർ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഭാവിയിൽ നന്നായിട്ട് നിങ്ങളുടെ ഈ ബാച്ച്, നിങ്ങളുടെ ഗ്രൂപ്പ് നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് എന്ന് ആശംസിക്കുകയാണ്. നന്ദി പറയുന്നതിന് വേണ്ടി പ്രജിത്തിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചോളുന്നു. നമസ്കാരമുണ്ട്. കുറേ നാളുകളുടെ പരിശ്രമത്തിനിടയിൽ ഇത് നമ്മളെല്ലാവരും ഒരു 95 പേരാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കുറച്ച് കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും പരിപാടി നല്ല ഭംഗിയായി. ഇപ്പം ഈ ഗ്രൂപ്പ് കൊണ്ട് എന്താണ് ഉപകാരം എന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. ഒരു ചെറിയൊരു കാര്യം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ച എൻസിയുടെ അമ്മയ്ക്ക് വയ്യാതായിട്ട് നമ്മളൊരു ചെറിയൊരു ഫണ്ടിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും വളരെ നല്ല രീതിയിൽ പറ്റാവുന്ന പൈസ തന്ന് ഒരു 75 ചില്ലറയാണെന്ന് തോന്നുന്നു പൈസ നമ്മൾ ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുകയുണ്ടായി. അവരുടെ അമ്മ സുഖം പ്രാപിച്ചു, വിളിച്ച് പറഞ്ഞു. ഇപ്പം നല്ല രീതിയിൽ വേറെ അസുഖങ്ങളില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ നടക്കുകയാണ്.
പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ പരിപാടി ഇപ്പോൾ ഏറെക്കുറെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കലാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും പെട്ടെന്ന് പോകരുത്. ഒരു മണിക്കൂർ കൂടി നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത കൊല്ലം ഇതേപോലെ വേണ്ടേ. നമുക്ക് എല്ലാ കൊല്ലവും പുതിയതായി വരുന്ന നല്ല ആക്റ്റീവായ മെമ്പേഴ്സിനെ നമ്മൾ അഡ്മിൻ സ്ഥാനത്തേക്ക് പരിഗണിക്കും. അല്ലാതെ ഒരാളെ മാത്രം നിർത്തിക്കൊണ്ടുള്ള പരിപാടിയില്ല. ആദ്യം നിർത്തുന്നത് വൈശാഖ്, നിതീഷ്, ഇവർ നമ്മുടെ അവസാനം വരെ അവരാണ് അഡ്മിൻസ്. അതിൽ തന്നെ ബാക്കി 3 പേര് മാറി മാറി ഇങ്ങനെ എന്താ പറയുക ഈ ഗ്രൂപ്പിൽ കൊണ്ടുപോകാം. അല്ലാതെ നമുക്ക് 5 പേര് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ സിബിഎച്ച് അദ്ദേഹത്തെയും ഹാർദവമായി സ്വാഗതം ചെയ്ത് നന്ദി പറയുന്നു. പിന്നെ ഇവിടെ പരിപാടി വെച്ച കൊച്ചുമക്കളുണ്ട്, നമ്മുടെ കൂട്ടുകാരികളുണ്ട്, കൂട്ടുകാരന്മാരുണ്ട്. ഇവരെല്ലാവരെയും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ചില തിരക്കുകൾ പോലും ഉണ്ടായിട്ട് വന്നെത്തിച്ച് നോക്കി പോയ കുറച്ച് പേരുണ്ട്. പറഞ്ഞിട്ട് എല്ലാവരും നല്ല ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളുണ്ട്. അവരെ ഞാൻ പ്രത്യേകം എടുത്ത് നന്ദി പറയുകയാണ്. നമ്മൾ ഓരോരുത്തരും പരിശ്രമമാണ്. ഇതിലൊരു വ്യക്തിയുടെ പേരോ സംഭവങ്ങളോ ഒന്നുമല്ല. എല്ലാവരും വേണമെന്ന് വെച്ചുകൊണ്ടാണ് ഈ സംഭവിച്ചത്. അപ്പൊ കൂട്ടായ്മയ്ക്ക് എന്നും അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് നിർത്തിട്ട് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല അല്ലെ. അപ്പോൾ കൂട്ടായ്മയുടെ ഒരു ഭംഗി നമ്മൾ നിലനിർത്താനായിട്ട് നമ്മൾ ഈ ഒരു സന്തോഷപൂർവ്വമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോൾ രഞ്ജിത്തെ അഡ്മിൻസിന്റെ ഒരു ഇതോട് കൂടിയിട്ട് ഞാൻ ഒരു സംഭവം അനൗൺസ് ചെയ്യാം. നമ്മളൊരു അടുത്ത വർഷം നമ്മളൊരു ഗ്രാൻഡ് റിയൂണിയൻ നമ്മൾ പ്ലാൻ ചെയ്യണം. അടുത്ത വർഷം അതായത് നമ്മൾ ഒരു 350 പേരോളം നമ്മളുണ്ട്. നമ്മളും നമ്മുടെ കുട്ടികളും നമ്മുടെ ഭാര്യമാരും കല്യാണം കഴിക്കാത്തവരൊക്കെ ഈ വർഷം തന്നെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചിട്ട് പെട്ടെന്ന് സെറ്റ് ആയിട്ട് വരണോ? അതെ ഓക്കെ അത് ഞാൻ പറഞ്ഞതുള്ളൂ. വേണമെങ്കിൽ 1 വർഷം സമയം തരാം. അപ്പോ ഒരു ഗ്രാൻഡ് റീയൂണിയൻ നമുക്ക് പ്ലാൻ ചെയ്യണം. ഗൾഫിലുള്ളവരെല്ലാം അതിൻ്റെതായ ഡേറ്റ് അല്ലേ വൈശാഖ നിതീഷ് അവിടെ ഇരിക്കുകയാണ്. അപ്പോ ഇതൊക്കെ നമ്മൾ സ്റ്റെപ്പ് ആയിട്ടാണ്. ചെറിയ രീതിയിൽ നമ്മൾ 1-2 കാര്യങ്ങളൊക്കെ തുടങ്ങി നമ്മൾ ട്രിപ്പ് പോയി. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതാണ് നമ്മൾ കൂടിയിട്ടുള്ള ഏറ്റവും വലിയ റീയൂണിയൻ ഇപ്പൊ കൂടിയതാണ്. യെസ്, ഇനി അടുത്തത് അതിലും വലിയൊരു സംഭവത്തിലേക്ക് നമുക്ക് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കുറച്ച് പേര് പങ്കുവയ്ക്കണം കേട്ടോ. അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു യൂണിയനിൽ മുന്നത്തേക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഗ്രൂപ്പിലൊന്നും ഞാൻ വലിയ ആക്റ്റീവ് അല്ല. അതുകൊണ്ട് ഗ്രൂപ്പിലെ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ അങ്ങനെ ആക്റ്റീവ് അല്ല. അതിൽ നിങ്ങൾ എന്ത് പ്രോഗ്രാം കണ്ടക്ട് ചെയ്താലും എൻ്റെ ഭാഗമാവാനായിട്ട് റെഡിയാണ്. ഗ്രൂപ്പിൽ ആദ്യം കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇതായിരുന്നു. പിന്നെ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കയറാണ്ടായി. ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് തോന്നിയ കാര്യം പറയാം. എന്തായാലും സെറ്റായിട്ട്
അപ്പോൾ അടുത്ത യൂണിയനിൽ ഞാൻ പങ്കെടുക്കാൻ തയ്യാറാണ്. എന്തായാലും പങ്കെടുത്തല്ല എന്ത് ഇതിന് വിട്ട് എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ സമയം സൂപ്പറായിട്ടുണ്ട്. അപ്പൊ ഇനിയും ഇതുപോലെ പരിപാടികൾ ഉണ്ടാവട്ടെ. പരിപാടി അതിഗംഭീരമായിട്ട് കൊല്ലമോളൊന്നുമില്ല. ഗ്രൂപ്പ് വഴിയുള്ള പരിപാടിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പോയി നമ്മുടെ സൂപ്പറായിരുന്നു. അടുത്ത കൊല്ലവും നല്ല രീതിയിൽ പരിപാടി അല്ല ഇന്നലെ ഭാര്യ പ്രസവിച്ചാൽ അതിന്റെ പരിപാടിക്ക് വന്നില്ലേ കമ്മിറ്റ്മെന്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു. പരിപാടികൾക്ക് വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇനിയും നമുക്ക് വളരെ നന്നായി പരിപാടി നടത്താൻ ചെയ്യുന്നു. എല്ലാവരും പിന്തുണ പരിപാടികൾക്ക്. പിന്നെ കുറച്ച് നേരം വെറുതെ ഇരിക്കുമ്പോൾ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും അടുത്ത വട്ടവും ഇതിനേക്കാൾ വിപുലമായിട്ട് കുറച്ചുകൂടി നമ്മളെ വേറെ ഗ്രൂപ്പുണ്ട് അവരെയും കൂടി ഉൾപ്പെടുത്തി വിപുലമായ രീതിയിൽ വിപുലമായ രീതിയിൽ ഒരു 10 പരിപാടി. പിന്നെ ഇതിന് നന്നായിട്ട് അടുത്ത പ്രാവശ്യം എല്ലാവരും കൂടിയിട്ട് ഉന്മാദത്തോടെ ഉത്സാഹത്തോടെ ഗ്രാൻഡാക്കിയിട്ട് വലിയൊരു ഉത്സാഹത്തോടെ കൂടിയിട്ട് അടുത്ത പരിപാടി നമുക്ക് എൻജോയ് ചെയ്യണം, അടിച്ചു പൊളിക്കണം. പുള്ളി നൈസായിട്ട് നോക്കിയതാണ്. വാട്സപ്പിനകത്ത് ലിസ്റ്റിനകത്ത് പേരുണ്ട്, അധ്യക്ഷനായിട്ടുണ്ട്. പക്ഷെ അതൊരു തരത്തിലൊരു മര്യാദയില്ലാത്തതാണ് ഞാൻ സ്വീകരിക്കുന്നത്. കാരണം ഈ ഗെറ്റ് ടുഗദറിന് ഒരു 2 വർഷം മുമ്പാണ് എങ്ങനെയായിരുന്നു ഈ ഗ്രൂപ്പ് എന്നുള്ളതും ഇതെങ്ങനെയാ പോയിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഞാൻ അന്നും ഈ ഗ്രൂപ്പിനകത്ത് ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, സലീഷ് ഉണ്ടായിരുന്നു. 100 പേരുടെ പരിപാടിയാന്ന് പറഞ്ഞപ്പോൾ അത് ഷോക്കായി. ഇതെങ്ങനെയാണ് കണ്ടക്ട് ചെയ്യാൻ പറ്റണമെന്ന് ചോദിച്ചത്. അപ്പോൾ നമ്മൾ വെറുതെ സംസാരിക്കുന്ന പോലെയല്ല, കളത്തിലിറങ്ങി ഇത്ര ആളുകളെ സംഘടിപ്പിച്ച് ഗ്രൂപ്പിൽ ഇത്ര ആളുകളെ കൊണ്ടുവന്ന് ഒരു പരിപാടിക്ക് ഇത്ര ആളുകളെ കൊണ്ടുവന്നെങ്കിൽ എത്രമാത്രം അതിനകത്ത് എഫേർട്ട് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വളരെ വലിയ എഫേർട്ടാണ്. വളരെ സന്തോഷമുണ്ട്. കൂടുതലൊന്നും പറഞ്ഞ് തെളിയിപ്പിക്കാനുള്ള പ്രത്യേകിച്ച് എല്ലാ പേരെടുത്ത് പറയുന്നില്ല, ഓരോ സ്പോൺസർഷിപ്പ് ചെയ്തവരെയും അദ്ദേഹം നന്ദിയോടെ ഓർക്കുന്നു. നമുക്ക് ചെറിയ പാട്ട് വെച്ചിട്ട് കുറച്ചൊക്കെ ഡാൻസ് കളിച്ച് സെറ്റ് ആവാം.